ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ല സ്വാദുള്ള ചെറുപയർ ലഡുവാണ് കാണിക്കുന്നത്. തൊലിയുള്ള ചെറുപയറില്ലേ, അതുകൊണ്ടുള്ള ലഡുവാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിതിൽ അവസാനം ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറേ ദിവസം ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ചെറുപയർ ലഡു എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഞാനൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഇതേപോലെ ആ വെള്ളം ഒന്ന് ഊറ്റിയിട്ടുണ്ടായിരുന്നു. കുതിർത്തൊന്നും ചെയ്യരുത് കേട്ടോ, അപ്പം തന്നെ കഴുകിയെടുക്കുക. ആ വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആ പച്ച നിറം അധികം പോവാതെ വറുത്തെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ ബ്രൗൺ കടല വെച്ചിട്ടും ഇതേപോലെ ലഡു ഉണ്ടാക്കിയെടുത്തായിരുന്നു. നല്ല ടേസ്റ്റാണത്. അപ്പോൾ അത് ഞാൻ ഒരു 5-6 മാസം മുന്നേ കേട്ടോ അത് അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ അധികം ആരും അത് കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ കാണാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കരുത്. നന്നായിട്ട് ചെറുപയറൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് വറുത്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ പച്ച കളറ് അധികം പോവാത്ത രീതിയിൽ നന്നായിട്ട് വറുത്തെടുക്കുക. പക്ഷേ അതിൻ്റെ ആ ഒരു പച്ച ചുവ അതൊക്കെ പോകണം കേട്ടോ. ആ വറുത്ത ചെറുതായിട്ടൊരു മണം വരണം, അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇത് ചൂടാറി കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അത് ചൂടാറുന്ന സമയം കൊണ്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് ചെറുപയറിന് 1/4 കപ്പ് ശർക്കരയാണ്. ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ശർക്കരയുടെ അളവ് നല്ലൊരു മധുരം ഉണ്ടെങ്കിൽ തന്നെയാണ് ലഡുവിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അഴുക്കില്ലാത്ത ശർക്കരയാവുക കാരണം ഞാൻ ഡയറക്റ്റായിട്ട് ഉണ്ടാക്കുകയാണ്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുക. എന്നിട്ടൊന്ന് ഉരുക്കിയെടുത്താൽ മാത്രം മതി. പഴുക്കുള്ള ശർക്കരയാണെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അഴുക്കൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം ചെറുതായിട്ടൊന്ന് തിക്കാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കട്ടിയുള്ള പാനിയാക്കിയിട്ട് പാവാക്കിയിട്ട് മാറ്റേണ്ടി വരും. അപ്പോൾ അതൊക്കെ കുറേ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതേപോലെ ആദ്യമേ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ പിന്നെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഒരു 1-1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചാൽ മതി. നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. കാരണം ഇപ്പോൾ അതിലധികം വെള്ളത്തിൻ്റെ അളവൊന്നും കൂടുതലില്ല. ഇപ്പോൾ ഇതാ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് വീണ്ടും കടായിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി കാഷ്യൂനട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർക്കാം. ഇനിയിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതില്ലാതെ ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വറുക്കുക. അതിൻ്റെ കളറൊന്നും മാറണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മാത്രം മതി. ഇപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് ആ ചെറുപയർ പൊടിച്ചത് ചേർക്കുക. ഇപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ കളറൊന്നും ബ്രൗൺ കളറൊന്നും ആയിട്ടില്ല. ചെറിയൊരു പച്ച കളർ ഇപ്പോഴും ഉണ്ട്. എന്നാൽ അതിൻ്റെ പച്ചച്ചോവയൊക്കെ കംപ്ലീറ്റ് പോയിരിക്കുന്നു വറുത്തപ്പോൾ. ഇനി നമ്മളിതിൽ ഇട്ടിട്ട് ഒന്നും കൂടിയും വറക്കും. അപ്പോൾ മുഴുവനായിട്ട് പോവും. ഇനി ഇതിലിട്ടിട്ട് നന്നായിട്ട് വറുക്കുക കേട്ടോ. നന്നായിട്ട് വറക്കണം. നല്ല നെയ്യിൽ മൂത്തൊരു മണം വരണം. അപ്പോഴാണ് ചെറുപയർ ലഡുവിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിപ്പോൾ ഞാൻ കറുത്ത കടല കൊണ്ട് ഇതിന് മുന്നേ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അതും ഇതുപോലെ നന്നായിട്ട് വറക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ച ചുവ റോ ടേസ്റ്റ് വരും ഇതിന്. അല്ലെങ്കിൽ ആ ചെറുപയറിൻ്റെ ആ ടേസ്റ്റ് ഇങ്ങനെ മുന്നിൽ നിൽക്കും, വറക്കാത്ത ചെറുപയറിൻ്റെ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് 1-2 സ്പൂൺ കൂടുതൽ ഒഴിക്കാം. ടീസ്പൂൺ കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. കുറേ നെയ്യിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അത്രയും ഹെൽത്തിയാണ്. ഇനി നല്ല ടേസ്റ്റുമാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. ഞാനതിലേക്ക് ഒരു വലിയ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നെയ്യിൽ വറുത്താൽ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഏലക്കാപ്പൊടി കൂടി ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കാം. അപ്പോൾ ശർക്കരപ്പാനി ഇപ്പോൾ ഞാൻ നല്ല കട്ടിയിലാണ് കറക്റ്റായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങാനും കട്ടി കൂടുതലായി തോന്നുകയാണെങ്കിൽ കുറച്ച് ഒരു ടീസ്പൂണൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ചെറുതായിട്ടൊരു ലൂസായിട്ട് ഇങ്ങനെ തോന്നും. പക്ഷേ അത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ അത് കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി വരും. കണ്ടില്ലേ, ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ചെറുതായിട്ട് ആ ചൂടൊക്കെ ഒന്ന് പോയിരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് ടേസ്റ്റ് കൂട്ടാനുള്ള ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറഞ്ഞത് ഇതാ ചേർക്കുന്നു.
ഒരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ചേർത്തിരിക്കുന്നത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് അല്ല ഞാൻ ചേർത്തിരിക്കുന്നത്, കോക്കനട്ട് മിൽക്ക് പൗഡറാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ്, നല്ല ടേസ്റ്റുമാണ് അതിന്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെച്ചിട്ട് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ആ ചൂടാവുമ്പോൾ ഉരുട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയൊരു ചൂട് വേണം, അപ്പോഴാണ് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. വല്ലാതെ തണുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉരുട്ടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഹാർഡായി തോന്നുകയാണ് ഉരുട്ടിയെടുക്കുക വെച്ചാൽ 1-2 സ്പൂൺ പാല് ചേർക്കാം, അല്ലെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളമായാലും മതി. ഞാനിപ്പോൾ ഇതൊന്ന് കൈകൊണ്ട് നന്നായി യോജിപ്പിച്ചതാണ്. ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ട് ചെറിയ ചെറിയ ലഡു ഉണ്ടാക്കുക. നമുക്കിഷ്ടമുള്ള സൈസിൽ ഉണ്ടാക്കാം. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ അമർത്തിയിട്ട് ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ആ നെയ്യ് അതിൻ്റെ മീതെ തന്നെ ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. കണ്ടില്ലേ? കുറച്ചിങ്ങനെ അമർത്തിയിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുത്താൽ മതി. ഓക്കെ. ഇപ്പോൾ ശർക്കര നല്ല ബ്രൗൺ കളറാണ്, നല്ല ക്വാളിറ്റി ഉള്ള ശർക്കരയാവുക കാരണമാണ് കേട്ടോ ഇതിൻ്റെ കളർ ഇങ്ങനെ ബ്രൗൺ ആയത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇല്ലെങ്കിൽ അതില്ലാതെയും ഇതുണ്ടാക്കാം, ഒരു പ്രശ്നവുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷേ ഇതും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റും പിന്നെ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പാൽപ്പൊടി ചേർക്കാം, മിൽക്ക് പൗഡർ, അതായാലും പ്രശ്നമില്ല. അപ്പോൾ ലഡു ഒക്കെ തയ്യാറായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.